ആലപ്പുഴയിൽ മേൽക്കൂര തകർന്ന കാർത്തികപ്പള്ളി സ്കൂളിൽ സംഘർഷാവസ്ഥ. യൂത്ത് കോൺഗ്രസ് CPIM പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. സ്കൂളിൽ ക്ലാസ് നടക്കുന്നതിനിടെയാണ് സംഘർഷം. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, സ്കൂൾ കുട്ടികളടക്കമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കാർത്തികപ്പള്ളി സ്കൂളിലെ കെട്ടിടം തകർന്നു വീണത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ തൊട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധം സ്കൂളിൽ നടന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് CPIM പ്രവർത്തകരുടെയൊക്കെ പ്രതിഷേധം സ്കൂളിൽ നടന്നിരുന്നു. ഈ ഒരു പ്രതിഷേധത്തിലാണ് ഇപ്പോൾ കയ്യാങ്കളിയിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു യൂത്ത് കോൺഗ്രസ് CPIM പ്രവർത്തകർ തമ്മിലുള്ള പ്രതിഷേധത്തിൽ പരസ്പരം കസേര എറിഞ്ഞും പാത്രങ്ങൾ വലിച്ചെറിഞ്ഞും പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഈ ഒരു പ്രതിഷേധത്തിൽ പ്രവർത്തകർക്കും ഒപ്പം മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. മാധ്യമപ്രവർത്തകന്റെ തലയെല്ലാം പൊട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ ഒരു പ്രതിഷേധത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രതിഷേധം അതിര് കടന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു കെട്ടിടം തകർന്നു വീണിൽ പ്രതിഷേധിച്ചതിന്റെ ഇടയിൽ കുട്ടികളുടെ ഭക്ഷണ പാത്രത്തിൽ മണ്ണ് വാരിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് രാവിലെ കൊടുക്കേണ്ട പ്രഭാത ഭക്ഷണത്തിലാണ് ഇത്തരത്തിൽ മണ്ണ് വാരിയിട്ട് പ്രതിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് പ്രതിഷേധത്തിൽ ക്രൂരത എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കുഞ്ഞു കുട്ടികളുടെ പ്രഭാത ഭക്ഷണം ഒരുക്കിയിരിക്കുന്ന ആ ഒരു പാത്രത്തിൽ പ്രതിഷേധത്തിനിടെ മണ്ണ് വാരിയിട്ട് പ്രതിഷേധിച്ചു. അതുപോലെ തന്നെ പാത്രങ്ങൾ പരസ്പരം വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു. കസാരകൾ ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധം നടക്കുന്ന സമയത്ത് രാവിലെ ക്ലാസ് ഉൾപ്പെടെ നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം നടന്നത്. അതായത് കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ പ്രതിഷേധം നടന്നത്. ഈ ഒരു ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി സ്കൂളിൽ പ്രതിഷേധം നടക്കുന്ന രാവിലെ തന്നെ ഇത്തരത്തിൽ സ്കൂൾ ഗേറ്റെല്ലാം മൂടി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വിലക്കിയിരുന്നു. മാധ്യമപ്രവർത്തകർ സ്കൂളിലേക്ക് കടക്കരുത്, മാധ്യമപ്രവർത്തകർ സ്കൂളിലേക്ക് കടന്നാൽ സ്കൂളിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ വിലക്കിയിരുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യം പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്ക് കടക്കുന്നു. CPM അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയാകുന്നു. അത് അവസാനം ഇത്തരത്തിൽ പരിക്കുകളിലേക്ക് കലാശിക്കുന്നു. അതിൽ ഇപ്പോൾ അവസാനമായി ഈ ഒരു പ്രവർത്തകരുടെ ക്രൂരതയാണ് എടുത്തു പറയേണ്ടത്. കുഞ്ഞു മക്കളുടെ ഒരു പ്രഭാത ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട് പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സാഹചര്യം നീളുന്ന ഒരു ഇതൊക്കെ ഉണ്ടായി. ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടം തകർന്നു വീണത്. 150 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് തകർന്നു വീണത്. ആ ഒരു കെട്ടിടത്തിന് 2 വർഷമായി ഫിറ്റ്നസ് ഇല്ല എന്ന കാര്യമൊക്കെ തന്നെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോഴും ഈ ഒരു സ്കൂൾ അധികൃതർ ഇതിനെ പറയുന്നത് ഈ ഒരു കെട്ടിടത്തിൽ ക്ലാസ്സുകൾ നടന്നിരുന്നില്ല, കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ എന്നാൽ കൂടിയും ഈ ഒരു സ്കൂളിനോട് ചേർന്ന കെട്ടിടം തന്നെയാണ് തകർന്നു വീണത്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഒരു സ്കൂളിന് 2 വർഷമായി ഈ ഒരു കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ഇല്ല എന്ന കാര്യമൊക്കെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതൊക്കെ അധികൃതരുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. അതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ ഒരു പ്രതിഷേധത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ദീപ്തി, ശരി. മേൽക്കൂര തകർന്ന ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ സംഘർഷാവസ്ഥ. സ്കൂളിൽ CPIM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. പരസ്പരം കസേരയെറിഞ്ഞ് പ്രവർത്തകർ. ക്ലാസ് നടക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.